पुरानी मारुति 800 कार लग्जरी रोल्स रॉयल्स कार में हुई तब्दील। केरला के नौजवान हदीफ का कारनामा। जिंदगी में कुछ हासिल करने के लिए अज़म का होना काफी नहीं है, उसके लिए मेहनत करनी पड़ती है। उसका सबूत केरला का एक नौजवान है जो अपनी साबित कदमी और मेहनत से लाखों रुपए की मारुति 800 कार को करोड़ों रुपए के रोल्स रॉयल्स में बदल दिया है। केरला से ताल्लुक रखने वाला 18 साल हदीफ कारों का दीवाना है। उसे महंगी कारें पसंद है। वो कम से कम एक बार लग्जरी कार में सफर करने का ख्वाब रखता है। ताहम हदीफ का खानदान महंगी कार खरीदने का मुतहम्मिल नहीं है। चुनांचे उसने मायूस हुए बगैर अपने ख्यालात को तेज किया। उसने अपनी छोटी मारुति 800 कार को लग्जरी कार में तब्दील करने का फैसला किया। उसके लिए उसने महीनों मेहनत की और पुरानी रोल्स रॉयल्स कार के पुर्जे इकट्ठे किए। उसने पुर्जों को वेल्डिंग किया और उन्हें एक शक्ल में लाया और उसने इन पुर्जों को मारुति 800 कार में लगाया और उसे रोल्स रॉयल्स में बदल दिया। अगर आप इस कार को देखें तो आपको सोचना पड़ेगा कि ये वाकई रोल्स रॉयल्स कार है। उसने ये सब करने के लिए सिर्फ 45,000 रुपए खर्च किए। अब वो उसी गाड़ी में घूमकर सबको तवज्जो अपनी तरफ मबजूल कर रहा है। हदीफ ने अपने यूट्यूब चैनल पर उससे मुतालिक एक वीडियो पोस्ट की है। अब वो वीडियो वायरल हो रही है। उसे देखकर नेटिजन्स हदीफ की लगन और मेहनत की तारीफ कर रहे हैं। എൻ്റെ പേര് ഹാദിഫ്. ഇത് സ്ഥലം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എറിയാട് എന്ന് പറയും. കറക്റ്റ് വരുന്നത് പേബസാറാണ് സംഭവം. ഞാൻ ഇവിടെ 12th പഠിക്കുകയാണ്. എറിയാട് KVMGHS സ്കൂളിൽ 12th +2 സയൻസ് പഠിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ക്രേസാണ് വണ്ടിനോടുള്ള. ചെറുതിലേ മുതൽ ഭയങ്കര ഇഷ്ടമാണ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ. കാസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ക്രേസ് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ കൊറോണ ടൈം ആയപ്പോൾ ഒരു വണ്ടി ഒരെണ്ണം എങ്ങനെയെങ്കിലും സ്വന്തം ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്നുള്ളൊരാശയം വന്നു. അങ്ങനെ വാപ്സിനോട് പറഞ്ഞു. വാപ്സി നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഫണ്ടായിട്ടും കുറച്ച് ഈസിയൊക്കെ ആയിട്ട് വാപ്സി ഹെൽപ്പ് ചെയ്തു. ഫണ്ട് അയച്ചു. മെയിൻ ഹെൽപ്പ് വാപ്സിയുടെ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹസാൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ പ്ലാൻ ഇട്ട് അങ്ങനെ അങ്ങനെയായിട്ട് ഇറങ്ങി. ഞാൻ ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ജീപ്പാണ്. അത് ഞാൻ 8th കഴിഞ്ഞ് 9th പഠിക്കുമ്പോഴായിരുന്നു ആ ജീപ്പ് ഉണ്ടാക്കിയത്. ഒരു ചെറിയ മിനി ജീപ്പ് 2 സീറ്റർ. അതൊരു ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടായിരുന്നു അത് വന്നിരുന്നത്. അത് അത്യാവശ്യം ആ ഒരു ടൈമിൽ വൈറലായി നിന്നിരുന്നതായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് റോൾസ് റോയ്സ് കുഞ്ഞിലേ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ മതിലകത്തുള്ളൊരു ചേട്ടൻ, റോണി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ, പുള്ളിക്കാരനപ്പം എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യായിരുന്നു. ആളുടെ ഒരു കാറുണ്ട്, ഒരു 800 കാറുണ്ട്. അപ്പോൾ നിനക്കതെന്തെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, നിനക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്ത്. ഇതിപ്പോൾ ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയി ഇറങ്ങിയിട്ട് ഒരു 2 months 3 months അടുത്തായിട്ടുണ്ട്. പക്ഷേ വർക്ക് ഇപ്പോഴും ഫുള്ളായിട്ടില്ല. ചെറുതായിട്ട് ഇനിയും പെൻഡിങ്സ് വർക്ക്സ് ഉണ്ട്. കാരണം ഹെഡ്ലൈറ്റ്സിൻ്റെ ഡൂമൊന്നും വെച്ചിട്ടില്ല, ഇതിന് ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഇത് ചെയ്തിട്ടുള്ളൂ. പെയിൻറ്റിങ്ങും ബാക്കി വർക്ക്സൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ വർക്കുകളാണ് ഇനിയുള്ളത് ഇതിൻ്റെ അകത്ത്. വളരെയധികം അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവനിപ്പോൾ കഴിഞ്ഞ ഈ കൊറോണ ടൈമിലാണ് ആൾ ജീപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പ്രോത്സാഹനങ്ങൾ അവനക്ക് ചെയ്തു കൊടുത്തു. അവനത് വിജയമാക്കിയെടുത്ത് അതിൽ കുറേ അഭിമാനം ഉണ്ടായിരുന്നു. വീണ്ടും അവനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇവൻ ഈ വണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും വേറൊരു കൂട്ടർ അവനെ ഹെൽപ്പ് ചെയ്താണ് ഈ വണ്ടി. അപ്പോൾ പിന്നെ അവൻ്റെ സ്നേഹിതന്മാരും എല്ലാവരും കൂടി എൻ്റെ പരിശ്രമവും വീട്ടുകാരുടെ പരിശ്രമവും എല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് ഇതുവരെയൊക്കെ എത്തിച്ചെടുത്ത് അവൻ്റെ ചോയ്സ് ഇതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അവനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെല്ലാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ആദ്യത്തെ ജീപ്പിന് മെയിനായിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ മെയിൻ ഹെൽപ്പറായിട്ടും അവനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് തുടങ്ങിയത്. അങ്ങനെ അത് ചെയ്തു. ഞാനൊരു 10th ഒക്കെ ആയപ്പോഴത്തേക്ക്, അത് 9th ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു ജീപ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. കുറച്ചാളായി അത് ചെയ്തിട്ട്. ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ്. വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ചെറുതായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്സ് കാരണം അതവിടെ സ്റ്റോപ്പായി കിടക്കുക. ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് 2 സീറ്റർ ജീപ്പായിരുന്നു. അത് ഫുള്ളി ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു കുറച്ചായപ്പോൾ
എനിക്ക് ഇവിടെ മതിലകത്തുള്ളൊരു ചേട്ടൻ, റോണി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ, പുള്ളിക്കാരൻ വിളിച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാറുണ്ട്, 800 കാറുണ്ട്, അപ്പോൾ നിനക്കത് ആൾ യൂസ് ചെയ്യുന്നില്ല, നിനക്കറിയണമെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ 800 ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു കാർ എനിക്ക് തരാം. അപ്പോൾ അതെനിക്കൊരു ധൈര്യമായി. കാരണം കാഴ്സ് റോൾസ് റോയ്സ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി തന്നെയായിരുന്നു, സ്വന്തമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച്. അപ്പോൾ അങ്ങനെ അതിലോട്ട് ഇറങ്ങാം എന്ന് തന്നെ വിചാരിച്ച്. അങ്ങനെ വാപ്സിനോട് പറഞ്ഞു. വാപ്സി എനിക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ആയി. പിന്നെയും ആദ്യത്തെ ജീപ്പിനും നല്ല ഇതായിരുന്നു, അതേപോലെ തന്നെ ഇത് ചെയ്യാനായാലും നല്ല ഹെൽപ്പ് ആയിരുന്നു. വാപ്സി ഫണ്ട് തന്നു. അങ്ങനെ ഇതിനകത്തോട്ട് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ആ കാറ് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി അത്യാവശ്യം ലോ കണ്ടീഷനായിരുന്നു, സ്റ്റാർട്ടാവില്ലായിരുന്നു. ഞങ്ങൾ പോയി കെട്ടി വലിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറിനായിട്ട് പോയി വണ്ടി പോയി കൊണ്ടുവന്നു. നമുക്ക് ഫണ്ട് എന്നുള്ളതൊരു മെയിൻ പ്രശ്നമായിരുന്നു. അപ്പോൾ പയ്യെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചായിട്ട് വാപ്സി ഫണ്ട് സാലറി എന്നൊക്കെ ഉള്ളതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് തരും. അങ്ങനെ അതിൽ നിന്ന് പയ്യെ ചെയ്തു. അങ്ങനെ അവസാനം ഈ ഒരു സ്റ്റേജിലോട്ട് എത്തി. ഇൻറ്റീരിയർ മെയിനായിട്ട് ഇത് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തെടുത്ത ഇൻറ്റീരിയറാണ്. സീറ്റ്സ് ഇത് BMW സീറ്റ്സാണ് വരുന്നത്. ഇതിന് അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാപ്സിക്ക് ഇങ്ങനെ ലക്ഷറി കാഴ്സിൻ്റെ പൊളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവരുടെ അടിയിൽ നിന്ന് അങ്ങനെ ആൾ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. ഇൻറ്റീരിയർ ഇതൊരു സ്പെസിഫൈഡ് ആണ്. ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം എനിക്കൊരു 40,000-45,000 അടുത്തോളം എമൗണ്ട് ഇതിൽ വന്നിട്ടുണ്ട്, ചെയ്യാനായിട്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല കട്ടക്ക് സപ്പോർട്ടായിരുന്നു. കാരണം ഈ വണ്ടി ആദ്യം കൊണ്ടുവന്ന സ്റ്റേജ് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ മെയിൻ ഹെൽപ്പായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അധികം. പിന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല റിയാക്ഷൻ ആയിരുന്നു. കാരണം ഇത് ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് 800 ആണെന്നുള്ളത് മനസ്സിലാവുമായിരുന്നു ആദ്യം. പിന്നീട് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നെട്ടി. അതായത് വണ്ടി ആ ഒരു ഇതായിരുന്നു, നല്ല പ്രതികരണമായിരുന്നു എല്ലാവരും നിന്നും. നല്ല ഇതായിരുന്നു. ഫ്യൂച്ചർ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധമായി തന്നെയാണ് എനിക്കിഷ്ടം. ഈ വണ്ടി മാനുഫാക്ചറിങ്, സ്വന്തമായിട്ട് കമ്പനി, അതാണ് എൻ്റെ ഒരു മെയിൻ ഡ്രീം എന്ന് പറഞ്ഞാൽ. ഒരു വലിയൊരു അത്യാവശ്യം നല്ലൊരു ബ്രാഞ്ച് തന്നെ വണ്ടിയുമായി ബന്ധപ്പെട്ടത്. അതിൻ്റെ ഇപ്പോൾ പല സെക്ഷനായിട്ട് ആൾട്രേഷൻ ആയാലും. പിന്നെ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഹൈബ്രിഡ് എന്നുള്ള ഒരു ടെക്നോളജിയിലോട്ട് എങ്ങനെയും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പ്ലാൻസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതെങ്ങനെയും കുറച്ച് ആൾക്കുള്ളിൽ വർക്കൗട്ടാക്കി എടുക്കാൻ ട്രൈ ചെയ്യും ഞാൻ മാക്സിമം. ഇതിപ്പോൾ എനിക്കിപ്പോൾ 2 വണ്ടി ഇപ്പോൾ സ്വന്തമായി ചെയ്തതുണ്ട്. ആദ്യം പറഞ്ഞ ജീപ്പും ഇപ്പോൾ ഈ കാറും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സൈഡ് പാർട്ട് ടൈം എന്നുള്ള നിലക്ക് ഞാൻ ഇത് തന്നെ എൻ്റെ പാഷൻ തന്നെയാണ് പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകുന്നത്. റോൾസ് റോയ്സ് കാറുകളുടെ മെയിൻ ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ എംബ്ലം, സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ നോക്കി, ഞാൻ ചെയ്തിട്ട് ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഡാവഞ്ചി സുരേഷ് എന്ന് പറഞ്ഞ സാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വാപ്സിയുടെ ഫ്രണ്ട് കൂടെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സംഭവമുണ്ട്, വണ്ടി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനൊരു എംബ്ലം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ചെയ്തു തന്ന സംഭവം ഞാൻ കൊടുത്ത അളവ് ഒന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ഇത്രയും വരില്ല, ചെറുതായിരിക്കും. പക്ഷെ അതെനിക്ക് അത്രയും ഇതിൽ നീറ്റിൽ ഡീറ്റെയിൽ ആയി ചെയ്തു തന്നു കേട്ടോ. എംബ്ലം കറക്റ്റ് ആ ഒരു ഞാൻ കൊടുത്തത് കറക്റ്റ് അനുസരിച്ച് പുള്ളിക്കാരൻ എനിക്ക് ചെയ്തു തന്നു. അതൊരു മെയിൻ ഹൈലൈറ്റാണ്. ബാക്കിയെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഫുൾ ബോഡി, അതേപോലെ തന്നെ ഇത് ശരിക്കും 800ൻ്റെ ക്യാബിൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, എൻജിൻ സൈഡും. ബാക്കി നമ്മൾ ഫെൻഡേഴ്സ് മുതലെല്ലാം അയച്ചിട്ട് ബോഡി ഫുള്ള് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കും ചെയ്തിട്ടുണ്ട് ഫുള്ള്. വണ്ടിയുടെ നെയിം എന്നത് ഇത് ബ്ലാക്ക് ഗോസ്റ്റ് എന്നാണ് ഇതിൻ്റെ നെയിം. അതേപോലെ ഇതുകൊണ്ട് വണ്ടി മെയിനായിട്ട് വൈറ്റാണ്, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. വണ്ടി വൈറ്റ്, പേര് ബ്ലാക്ക് ഗോസ്റ്റ് എന്നാണ്. അത് ശരിക്കും ഇതിന് ബ്ലാക്ക് പെയിൻ്റ് ആയിരുന്നു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റിക്കർ പ്രിൻറ്റിങ്ങിന് ശേഷമാണ് പെയിൻറ്റിങ്ങിന് കയറ്റിയത്. പക്ഷേ അപ്പോൾ ബ്ലാക്ക് അടിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കുറഞ്ഞു. എന്തായാലും ചേഞ്ച് ചെയ്യും വേണ്ട കളേഴ്സ്. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്, ഹൈടെക് എന്നാണ് നെയിം. അപ്പോൾ അതിനകത്ത് ഇതിന് മുന്നേ ചെയ്ത ജീപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉണ്ട്. ബാക്കി ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് അതിനകത്ത് വരുന്നതാണ് അപ്ഡേറ്റ്സൊക്കെ.